എന്തുകൊണ്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി ഇങ്ങനെ ഒരു കമൻ്റ് അടിച്ചതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. കൃഷിയിടങ്ങളിൽ കെമിക്കൽ ഫെർട്ടിലൈസർ, രാസവളമൊന്നും ഉപയോഗിക്കാൻ പാടില്ല, പരമാവധി ജൈവവളം ഉപയോഗിക്കാൻ. ഇത് പോസിബിൾ ആണ്? അല്ല. ഇതിന് ഉദാഹരണം പറയാൻ പറ്റിയ സ്ഥലം നമ്മുടെ തൊട്ടടുത്തുണ്ട്, ശ്രീലങ്ക. 2022 ശ്രീലങ്ക എടുത്തൊരു തീരുമാനം എങ്ങനെയായിരുന്നു? കെമിക്കൽ ഫെർട്ടിലൈസർ ഒന്നും ഉപയോഗിക്കില്ല, മാക്സിമം ഓർഗാനിക് ഫെർട്ടിലൈസറുകൾ മാത്രം. അതിൻ്റെ ഔട്ട് എന്താ ഉണ്ടായത്? ഹൈ ഇൻഫ്ലേഷൻ. സാധനങ്ങളുടെ വില സ്കൈ റോക്കറ്റ് പോലെ മേലെ പോയി. പെട്രോൾ പമ്പുകളിൽ ലോങ് ആയിട്ടുള്ള ക്യൂ, പെട്രോളും ഡീസലും കിട്ടാനില്ല. കറണ്ട് ഇല്ലാത്ത അവസ്ഥ വന്നു. എന്തിന്? ആവശ്യത്തിന് വേണ്ട അരിയും പച്ചക്കറിയും വരെ പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്യേണ്ട അവസ്ഥയിലെത്തി. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാവാൻ കാരണം? കെമിക്കൽ ഫെർട്ടിലൈസറുകൾ കാരണമാണ് 140 കോടി ജനങ്ങൾക്ക് വേണ്ട അരിയും പച്ചക്കറിയും ഫ്രൂട്ട്സും ഇതെല്ലാം കിട്ടാൻ കാരണം. അല്ലാതെ ഇത്ര ഔട്ട് കിട്ടില്ല. ഇതൊക്കെ സിനിമയിലും ഈ വിവരമില്ലാത്ത സെലിബ്രിറ്റീസ് പറയുന്ന ലോകത്ത് മാത്രമേ നടക്കുകയുള്ളൂ.